ഗൈസ് what we can expect next is very important. ഇനി വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് 1 or 2 weeks ഈസ് വെരി ക്രൂഷ്യൽ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു, ഇത് ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഡോട്ടഡ് ലൈന് 200 മൂവിങ് ആവറേജ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഡെയിലി ക്യാൻഡിലാണ്. ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 200 മൂവിങ് ആവറേജ് ഇത് വിൽ ആക്ട് ലൈക്ക് എ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ബാൻഡായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ജസ്റ്റ് ലൈനല്ല. ഇത് നിങ്ങളൊരു ലൈനായിട്ട് സങ്കല്പിക്കരുത്. ഇതൊരു ബാൻഡാണ്, അല്ലെങ്കിൽ ഒരു സോണായിട്ട് സങ്കല്പിക്കുക. ഇത്രയും അത്യാവശ്യം വിഡ്ത്തുള്ള ഒരു സോണാണ്. ഓക്കെ, ഇതൊരു സോണാണ് സങ്കല്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ക്ലിയർ ആകും. അപ്പോൾ ഈ ഒരു സോണ് അല്ലെങ്കിൽ ഈ ഒരു ബാൻഡ് എപ്പോഴും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരും. എപ്പോഴാണ് റെസിസ്റ്റൻസ് ആവുന്നത്? ഈ ബാൻഡിന് താഴെ പ്രൈസ് നിൽക്കുന്നിടത്തോളം കാലം ഇത് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മളത് അനുഭവപ്പെടും. നമുക്കിനി കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബിയർ മാർക്കറ്റ് കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു 90% ബോട്ടമായി എന്ന് നമ്മളിനി കരുതണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു കാര്യം വേണം. അതായത് ഈ ഒരു ക്യാൻഡിൽ ഈ പറയുന്ന 200 മൂവിങ് അവറിനെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൾഡ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇറ്റ് ഷുഡ് ഗോ എബോവ് ദ 200 മൂവിങ് ആവറേജ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു ബാൻഡായിട്ട് സങ്കല്പിക്കുക, ഒരു ലൈനായിട്ട് സങ്കല്പിക്കരുത്. ഇറ്റ്സ് എ ബാൻഡ്, ഒരു സോൺ. ആ സോണിന് മുകളിൽ നമ്മുടെ ഒരു ക്യാൻഡിൽ പോകുമ്പോൾ വി ക്യാൻ കൺഫേം ദിസ് വാസ് ദ ബോട്ടം. ഓക്കെ, ഇതിന് താഴോട്ട് ബിറ്റ്കോയിൻ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇതിങ്ങനെ സംഭവിക്കുകയാണ്. നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ 200 മൂവിങ് ആവറേജിൻ്റെ മുകളിലായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സോണിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സോളിഡ് ആയിട്ടുള്ള ബാറുകൾ വരുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഒരു ബോട്ടത്തിൽ നിന്ന് നമ്മൾ ഔട്ടായിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമുക്കിപ്പോൾ നല്ലൊരു ശക്തമായിട്ടുള്ളൊരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ക്യാൻഡിൽ ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളിവിടെ കണ്ടോ, ഈ ഒരു ബാറോടെ നമ്മൾ അപ് ട്രെൻഡ് സ്റ്റാർട്ടായി. ഈ ഒരു ഓറഞ്ച് ബാൻഡ് ഉണ്ടല്ലേ മേലോട്ട് പോകുന്നത്, അത് അപ് ട്രെൻഡ് സ്റ്റാർട്ടായി. ഇപ്പോൾ ഒരു ട്രേഡറിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇവിടെ എൻ്റർ ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു ക്യാൻഡിലാണ് ഒരു അപ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്ന ബാൻഡ് വരുന്ന ആദ്യത്തെ ബാർ, അദ്ദേഹം ഇനി എവിടെ ആയിരിക്കും എക്സിറ്റ് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഗ്രീൻ ബാർ താഴ്ത്തു പോയി കഴിഞ്ഞ് ഈ ബാൻഡിൻ്റെ കളർ ഗ്രീനിഷിലേക്ക് മാറുമ്പോൾ ഈ ക്യാൻ എക്സിറ്റ് ഫ്രം ദിസ് പൊസിഷൻ. ഇപ്പോൾ എൻട്രി ചെയ്യുന്ന ഇവിടെ, എക്സിറ്റ് ചെയ്യുന്ന ഇവിടെ. അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യാറില്ല ബിറ്റ്കോയിൻ, ട്രേഡ് ചെയ്യരുത്, അക്യുമുലേഷനെ ചെയ്യാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജസ്റ്റ് ഒരു ഐഡിയ പറയുന്നേ ഉള്ളൂ. ഇപ്പം ഇവിടെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഇനി ഒരു ബാറും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബാർ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ബാൻഡിൻ്റെ കളറ് ഗ്രീനായിട്ട് മാറി തുടങ്ങും. അതിൻ്റെ അർത്ഥം ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ടായി എന്നുള്ളതിനാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ അത് ശക്തമായിട്ടുള്ള, ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് US-ൽ, ഇനി സാറ്റർഡേ സൺഡേ കിടപ്പുണ്ട്. ഇനി മൺഡേ അല്ലെങ്കിൽ സൺഡേ ഇത് പെട്ടെന്ന് അത് ശക്തമായിട്ട് തിരിച്ച് ഒരു ബാർ വന്ന് തിങ്കളാഴ്ച ഈ ഒരു ബാർ ഇതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ദ ബോട്ടം, ഇറ്റ് വാസ് ദ ബോട്ടം. അപ്പം ഇങ്ങനൊരു ബാർ കിട്ടിയ കമ്പനി അല്ലെങ്കിൽ എന്താണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്? അല്ലെങ്കിൽ ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് താഴോട്ട് വരാം. പക്ഷേ എന്നിരുന്നാലും ഇത് താഴോട്ട് വന്ന് ഈ ഒരു ബോട്ടത്തിൻ്റെ താഴോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഇൻക്ലൈൻഡായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞു അല്ലെങ്കിൽ ബോട്ടം ഔട്ടായി എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ളൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ പുൾ ബാക്ക് താഴോട്ട് വരാം. പക്ഷേ ഈ വരുന്ന പുൾ ബാക്ക് ഒരിക്കലും ഇനി ഒരു ന്യൂ ലോയിലേക്ക് പോകാൻ ചാൻസ് കുറവാണെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിവിടെ ഡെയിലിക്ക് നമുക്ക് എന്ത് വേണം? ഒരു ഡൗൺ ട്രെൻഡ് തീർന്നു എന്ന് നമുക്കൊരു ഫൈനൽ കൺഫർമേഷൻ, ഒരു 90% എബോവ് കൺഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സോൾഡ് ബാർ ഈ സോണിൻ്റെ മുകളിൽ, ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ പോകണം. അതാണ് ഡെയിലിയിൽ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ വീക്ക്ലിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, വീക്ക്ലിയിൽ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പുൾ ബാക്ക് ഇനി പോകത്തില്ല, ഈ താഴോട്ടിങ്ങനെ ഈ നൂലോയുടെ താഴോട്ട് പോകത്തില്ല എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ലെറ്റ് മീ ടേക്ക് ദ കളർ ബ്ലാക്ക്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടുന്ന് ഈ ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഒരു കൗണ്ടർ ട്രെൻഡ് റാലി മേലോട്ട് പോകുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ കൗണ്ടർ ട്രെൻഡ് റാലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേജർ റാലി കാണും. അത് അപ് ട്രെൻഡ് ആകാം, ഡൗൺ ട്രെൻഡ് ആകാം. ഇവിടെ മേജർ റാലി എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഈ ഡൗൺ ട്രെൻഡിൻ്റെ ഇടയ്ക്ക് ഈ ഡൗൺ ട്രെൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് അപ്വേഡിലേക്ക് ഒരു കൗണ്ടർ ട്രെൻഡ് റാലി പലപ്പോഴും പോകാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, ഒരു നദി ഒഴുകുന്നു, ഇങ്ങനെ
അതിൻ്റെ നദി ഒഴുകുന്ന ഈ വശത്തോട്ടാണ്, താഴോട്ടാണ്, ഞാൻ ഈ ആരോ കാണിച്ചേക്കുന്നിടത്തോട്ടാണ്. ഒരാൾ ആ നദിയുടെ കുറുകെ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നീന്താൻ ശ്രമിക്കുന്നു, ഇങ്ങോട്ട് നീന്താൻ ശ്രമിക്കുന്നു. അപ്പോൾ അയാൾക്ക് അനുഭവപ്പെടുന്ന പ്രഷർ ഹ്യൂജ് ആയിരിക്കും, കാരണം അയാൾ നദിയുടെ കുറുകെ നീന്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ പ്രഷർ വരുന്നത് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമ്മൾ ഒരാൾ കുറുകെ നീന്താൻ തിരിച്ച് ശ്രമിക്കുകയാണ്. അപ്പം ഈ കുറുകെ നീന്താൻ ശ്രമിക്കുന്ന ആൾക്ക് സംഭവിക്കുന്ന കാര്യം എന്തായിരിക്കും? അയാൾ ഈ ഒരു ശക്തി കാരണം തിരിച്ച് അതേ ഡയറക്ഷനിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അദ്ദേഹം നീന്താൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പവറിനെ, ഈ ഒരു നദിയെ അല്ലെങ്കിൽ ഈ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന ഒരു പവറിനെ നേരെ പകുതിയായിട്ട് മുറിക്കുക. ആ പകുതിക്ക് താഴെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് എത്തിയേക്കുന്നത്. അപ്പോൾ അതായത് അദ്ദേഹം നീന്താൻ ശ്രമിക്കുന്നു, ആ നദിയുടെ കാൽ ഭാഗം പോലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ പകുതിക്ക് താഴെ എത്താൻ നോക്കുന്നുള്ളൂ. ഓക്കെ, അയാളുടെ പവർ, നദിക്കാണ് ഇവിടെ പവർ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ വീണ്ടും നദി തുടർന്ന് സഞ്ചരിക്കുന്നു, ഇവിടം വരെ നദി വരുന്നു, എന്നിട്ട് ഒരു കൗണ്ടർ ട്രെൻഡ് റാലി വരുന്നു തിരിച്ച്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു നദിയെ, ഇവിടുത്തെ പവറിനെ നേരെ പകുതിയായിട്ട് മുറിക്കുമ്പോൾ ഈ കൗണ്ടർ ട്രെൻഡ് റാലി നമ്മൾ ലെഫ്റ്റിൽ കാണുന്ന ഈ പവർ മൂവ്മെൻറ്റിൻ്റെ പകുതിക്ക് മുകളിൽ സഞ്ചരിച്ചു കഴിഞ്ഞു. അതായത് ഈ വ്യക്തി തിരിച്ച് നീന്തി ഈ നദിയുടെ മുക്കാലോളം നീന്താൻ പറ്റി. അപ്പം ദാറ്റ് മീൻസ് പുള്ളി അത്യാവശ്യം പവർഫുള്ളായി എന്നാണ്. അപ്പം ഈ ഒരു കൗണ്ടർ ട്രെൻഡ് എന്ന് പറയുന്നത്, ഇതാണ് കൗണ്ടർ ട്രെൻഡ്. അപ്പോൾ ഈ കൗണ്ടർ ട്രെൻഡ് എന്ന് പറയുന്ന പേര് പയ്യെ നമ്മൾ മാറ്റേണ്ടി വരും. ഇത് കൗണ്ടർ ട്രെൻഡ് റാലി അല്ല, ഇത് ഇനി മേജറായിട്ടുള്ള അപ് ട്രെൻഡ് മൂവായിട്ട് നമ്മൾ കണക്കാക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ്? ഈ ലെഫ്റ്റിൽ കാണുന്ന പവറിൻ്റെ മുക്കാലോളവും പുള്ളി തിരിച്ചു കയറി, ഇവിടെ പകുതിക്ക് താഴെ നിന്നിട്ട് ആ ഫ്ലോയ്ക്ക് അടിമപ്പെട്ട് തിരിച്ച് താഴോട്ട് വരുന്നുണ്ട്, ഇവിടെ പകുതിക്ക് മുകളിൽ കയറുന്നു. അപ്പോൾ ഇത് കൗണ്ടർ ട്രെൻഡ് റാലിയായിട്ടാണ്. ഇത് കൗണ്ടർ ട്രെൻഡിൽ റാലി ആയിരുന്നു നമ്മൾ കണക്കാക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ പകുതിക്ക് താഴെയായിട്ട് വന്നിട്ട് തിരിച്ചു പോകണമായിരുന്നു. പക്ഷേ ഈ ഒരു റാലി എന്ന് പറയുന്നത് ഇത് മുക്കാലോളം പകുതിക്ക് മുകളിൽ സഞ്ചരിച്ചു. ഇനി നമ്മൾ കാണേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇനിയിപ്പോൾ മേജർ റാലിയായിട്ട് സങ്കല്പിക്കുക, അതായത് മുകളിലോട്ട് പോകുന്ന മേജർ റാലിയായിട്ട് സങ്കല്പിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി തിരിച്ചു വരുന്നതാണ് കൗണ്ടർ ട്രെൻഡ്. അതായത് ഈ അപ് ട്രെൻഡിന് കുറുകെ ഇപ്പം നദി ഇപ്പം എങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്, മേപ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇനി തിരിച്ച് നീന്താൻ ശ്രമിക്കുന്നു, അതാണ് ഇനി കൗണ്ടർ ട്രെൻഡ് റാലിയായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ കൗണ്ടർ ട്രെൻഡ് റാലിയായിട്ട് വരുന്നത് താഴോട്ടാണ്. അപ്പോൾ ഇനി ഈ കൗണ്ടർ ട്രെൻഡ് റാലി എവിടം വരെ പോകുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? അതായത് ഈ കാണുന്ന, ഇനി നമ്മളിപ്പം സങ്കല്പിക്കുകയാണ് ഇതിപ്പം താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതെവിടം വരെ വരുന്നു എന്നുള്ളത് സങ്കല്പിക്കുക. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു കൗണ്ടർ ട്രെൻഡ് വരുമ്പോൾ ഇനി ഒരിക്കലും ഈ ന്യൂ ലോയിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. അതായത് ഇനി താഴോട്ട് പോകാനുള്ള ചാൻസ് കുറവാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് മൂവ്മെൻറ്റ് ഏകദേശം ഇവിടാണ് എൻ്റെ പവർഫുൾ സോൺ വരുന്നത്, ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ തിരിച്ചു വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നാൽ തിരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് വീക്ക്ലി. ഇനി ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡെയിലിയിൽ നമ്മൾ കണ്ടു 200 മൂവിങ് അവറിൻ്റെ മുകളിൽ നമുക്ക് സോൾഡ് ആയിട്ടുള്ള ബാറുകൾ വരണം. വീക്ക്ലിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, വീക്ക്ലിയിൽ നമുക്കൊരു സോൾഡ് ആയിട്ടുള്ളൊരു വീക്ക്ലി ക്യാൻഡിൽ നമ്മുടെ ഈ ബാൻഡിന് മുകളിലായിട്ട് വരണം. നമ്മൾ ഡെയിലിയിൽ ഒരു സോൾഡ് ആയിട്ടുള്ള ക്യാൻഡിൽ 200 മൂവിങ് ആവറേജ് വരുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ബോട്ടം. വീക്ക്ലിയിൽ ഈ ബാൻഡിൻ്റെ, ഓറഞ്ച് ബാൻഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് സോളിഡ് ക്യാൻഡിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വീക്കിലി കിട്ടുവാണെന്നുണ്ടെങ്കിൽ ബോട്ടം ഈസ് ദിസ് ഈസ് ദ ബോട്ടം. അപ്പം ഡെയിലിയിൽ ഒരു ക്യാൻഡിൽ ഇതേപോലെ വരുവാണെന്നുണ്ടെങ്കിൽ ആ പ്രൈസ് റേഞ്ച് ഏകദേശം 86-88 നമ്മളൊരു ആവറേജ് ഒരു ഐഡിയ എടുക്കുന്നതേ ഉള്ളൂ. അത് ഇതുപോലെ ഡെയിലിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ബോട്ടം. പിന്നെ അതല്ല, വീക്ക്ലിയിൽ നമുക്ക് സോൾഡ് ആയിട്ടുള്ള ക്യാൻഡിൽ എബോവ് കിട്ടണം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആദ്യം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്ക്ലി വരുമെന്ന് വെച്ചാൽ നമ്മളിത് കൺഫേം ചെയ്യണം, 7 ദിവസം കഴിഞ്ഞിട്ട് ഈ ക്യാൻഡിൽ പൂർത്തിയാകണം. പക്ഷേ ഡെയിലിയിൽ നമുക്കെങ്ങനെയാണ്, ഡെയിലി ആയിരിക്കും ആദ്യം നമുക്ക് കൺഫർമേഷൻ തരുന്നത്, രണ്ടാമത് വീക്ക്ലി, മൂന്നാമത് മന്ത്ലി. അപ്പോൾ ഡെയിലി എന്ന് പറയുമ്പോൾ നാളെയോ ഇന്നോ മറ്റന്നാളോ നമുക്കൊരു വലിയൊരു ബാറ് മുകളിൽ കിട്ടിയാൽ മതി. അപ്പം വീക്ക്ലിയിൽ നമുക്കൊരു സോൾഡ് ആയിട്ടുള്ള ബാറ് മുകളിൽ വേണം. ഓക്കെ, ഇനി മന്ത്ലി എങ്ങനെ ആയിരിക്കും? മന്ത്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്ന എവിടെയാണ്? ക്ലോസ് ചെയ്തേക്കുന്ന 66,993 അല്ലല്ലോ, 79,000, ഏകദേശം 79,369 ക്ലോസിങ്ങോ, അല്ലെങ്കിൽ ഇത് ഹൈ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഹൈയുടെ മുകളിൽ
അതായത് ഇപ്പോഴത്തെ ഇവിടുത്തെ 79,369 മുകളിൽ നമ്മളൊരു അടുത്ത മാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും മാസമോ ക്ലോസ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മാർച്ച് ക്ലോസ് ചെയ്തില്ല, ഏപ്രിൽ ക്ലോസ് ചെയ്തില്ല, ഇപ്പോൾ നമ്മൾ മെയ്യിലാണ്. മെയ് നമ്മളിത് ക്ലോസ് ചെയ്യണം. അതായത് ഈ ഗ്രീൻ ക്യാൻഡലിന് മുകളിലായിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യണം. അതായത് 79,400 നമുക്ക് നോക്കാം. 79,400 എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ മെയ് മാസം ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതായിരുന്നു ഏറ്റവും ഡൗൺ ആയിട്ടുള്ള പോയിന്റ്. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും ദിവസം 16 ദിവസത്തോളം അല്ലെങ്കിൽ 17 ദിവസത്തോളം വേണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമേ ഡെയിലി ക്യാൻഡിൽ നമുക്ക് അതിനുള്ള പിക്ചർ തരും. പിന്നീട് എന്താണ് വീക്കിലി ക്യാൻഡിൽ തരും കൺഫർമേഷൻ. പിന്നീട് മന്ത്ലി ക്യാൻഡിൽ, കാരണം ഡ്യൂറേഷൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ഈ വീക്കിലിയിൽ ഇവിടെ റെസിസ്റ്റൻസ് വരുവാണോ, വീക്ക്നെസ് തുടങ്ങുവാണോ? വീക്ക്നെസ് തുടങ്ങിയാൽ തന്നെ അത് ഈ പറയുന്ന ന്യൂ ലോയിലേക്ക് പോകത്തില്ല. കാരണം എന്താണ്, നമ്മൾ ഈ പറയുന്ന റിവറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല, തിരിച്ച് കയറിയത് ഇസ് ഹ്യൂജ്, ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊരു മേജർ റാലിയായിട്ട് നമ്മൾ ഇനി സങ്കല്പിച്ചിട്ട് ഇനി കൗണ്ടർ ട്രെൻഡ് എവിടെ വരെ പോകുന്നു നമ്മൾ കാണേണ്ട, അതായത് റിവേഴ്സായി ട്രെൻഡ്. ഇവിടെ നമ്മൾ അങ്ങനെയാണ് അത് കാണേണ്ടത്. ഓക്കെ, നമ്മൾ കാണേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ച രീതിയിൽ എൻ്റെ അറിവനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ദിസ് ഈസ് ദ വേ യു ക്യാൻ ലുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ടെക്നിക് അനാലിസിസ്. ഇത് ഫ്രൈഡേ ആണ്. നമുക്കിനി അടുത്ത ആഴ്ച ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് സംസാരിക്കാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ കാര്യങ്ങൾ നമ്മൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി ആക്ട്. ഈ ക്ലാരിറ്റി ആക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെനറ്റ് ബേസിൽ പാസ്സായി. ഇനി അത് നമ്മുടെ ട്രംപ് അതിന് മുൻകൈ എടുത്തിട്ട് അതിന് പുള്ളി സൈൻ ചെയ്താൽ മാത്രമേ അത് ലോ ആയിട്ട് മാറും. ഈ ക്ലാരിറ്റി ആക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് രണ്ട് രീതിയിൽ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള ക്രിപ്റ്റോ, അതിനകത്ത് ടോക്കൺസ്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ബിറ്റ്കോയിൻ, എതീരിയം, അത് ആര് കൺട്രോൾ ചെയ്യും? സാധാരണ ഈ സ്റ്റോക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന SEC ആണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷനാണ് US-ലെ സ്റ്റോക്കുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോക്കിലേക്ക് ഏതെങ്കിലും ക്രിപ്റ്റോ ആഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവർ സെക്യൂരിറ്റി ആയിട്ട് കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതല്ല, ഈ ക്രിപ്റ്റോയ്ക്കകത്ത് തന്നെ കമ്മ്യൂണിറ്റീസും ഉണ്ട്, സെക്യൂരിറ്റീസ് ആയിട്ടാണ്. രണ്ട് രീതിയിലാണ് അവർ കാണുന്നത്. കമ്മ്യൂണിറ്റീസ് ആയിട്ട് ഏതെങ്കിലും ക്രിപ്റ്റോയെ അവരാരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റീസ് ആയിട്ട് കാണപ്പെടുന്ന ആ ക്രിപ്റ്റോ CFTC എന്ന് പറയുന്ന ഒരു ഇതുപോലെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ബിറ്റ്കോയിൻ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പറഞ്ഞു. ബിറ്റ്കോയിൻ അന്നേരം CFTC കൺട്രോൾ ചെയ്യും. സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്ന ടോക്കണുകൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ കോയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെക്യൂരിറ്റി SEC കൺട്രോൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി മൂവ്മെൻറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ലൈനിൽ ഇരിക്കുന്ന ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, ബാങ്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവർക്കും അവർക്കൊരു ക്ലാരിറ്റി കിട്ടും, ഏത് കമ്മോഡിറ്റി, ഏത് സെക്യൂരിറ്റി. അപ്പോൾ അതിനനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഒരു ഹ്യൂജ് മണി അതിലേക്ക് ഒഴുകാനുള്ള ചാൻസ് നല്ല ഇറ്റ് വിൽ കം. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ ഗുഡ് ഫോർ ബിറ്റ്കോയിൻ. ദിസ് ഈസ് ഹ്യൂജ്. അവർക്കപ്പം ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് ബാങ്കിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാം ഒരു ക്ലിയർ വിഷൻസ് കിട്ടും. വാട്ട് ദേ ഹാവ് ടു ഡു, വെയർ ദേ നീഡ് ടു ഇൻവെസ്റ്റ് ദോസ് മണി. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ്. അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഞാൻ തന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ.